സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന ഒരു ചോദ്യം ചില അവസരങ്ങൾ നാം ഒക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഒരു പേരിൽ പലതും ഇരിക്കുന്നു സുഹൃത്തുക്കളെ എന്നാണ് അടുത്തിടെ ശ്രീ കൊല്ലം തുളസിയുടെ ഒരു അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത്. സ്ത്രീയാണെന്ന് വിചാരിച്ച് ഒരു നിർമ്മാതാവ് അദ്ദേഹത്തെ സമീപിച്ചതും അദ്ദേഹത്തോട് കാട്ടിയ കോപ്രായങ്ങളെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ ഞാനും നിങ്ങളും വായിച്ചിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, ചിരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ അനുബന്ധ വിഷയങ്ങളൊക്കെ നമുക്ക് ആനന്ദം നൽകുന്നു. ഇപ്പോൾ പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോം മുഴുവനായും ഇത്തരം സംഭവങ്ങളുടെ വിവരണങ്ങളാണ്. ദിവസവും പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചില ആണുങ്ങളുടെ പേരുകൾ കേൾക്കുമ്പോൾ പെട്ടെന്നത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന സംശയം തോന്നുന്ന, ഒരു സെക്കൻഡെങ്കിലും ഒരു നിമിഷം സംശയം തോന്നുന്ന ചില പേരുകളുണ്ട്. അതുപോലെയാണ് തുളസി, അല്ലെങ്കിൽ അമ്പിളി, സിന്ധു തുടങ്ങിയ പേരുകൾ. ചിലപ്പോൾ അതിൻ്റെ കൂടെ അനുബന്ധമായി സെക്കൻഡ് നെയിമായിട്ട് കുമാറോ അല്ലെങ്കിൽ നാഥനോ മറ്റു പല പേരുകളും കാണാം. എങ്കിലും ശ്രീ വില്ലൻ വേഷങ്ങൾ ചെയ്യുന്ന ശ്രീ കൊല്ലം തുളസിക്ക് പോലും ഈ അനുഭവം ഉണ്ടായിരിക്കുന്നു എന്നതാണ് നമുക്ക് ചിരിക്ക് വക നൽകുന്നത്. അടുത്തിടെയായി ചിരിക്കൊരു പഞ്ഞവുമില്ല സുഹൃത്തുക്കളെ. കേരളീയർക്ക് ചിരിക്കാനുള്ള വക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും പത്രമാധ്യമങ്ങളിലും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് ദിവസവും ലഭിക്കുകയാണല്ലോ. അതിന് സാധാരണക്കാര് ഈ കമ്മീഷനോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സിനിമാ രംഗത്തൊരു ശുദ്ധികലശം ആവശ്യമാണ്. അതടുത്തിടെ നടക്കുമെന്ന് തോന്നുന്നു. അതിൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. പല വമ്പന്മാരും അകത്താവാനുള്ള സാധ്യത കാണുന്നു. അപ്പോൾ പുതിയ മുഖങ്ങൾ ഈ രംഗത്ത് വരട്ടെ. ഈ രംഗത്തിന്, ചലച്ചിത്ര രംഗത്തിനൊരു സുതാര്യത വരട്ടെ. അപ്പോൾ ജാഗ്രത. അപ്പോൾ ഇനിയെങ്കിലും രക്ഷാകർത്താക്കൾ പേരിടുമ്പോൾ പുരുഷന്മാരുടെ ആ സംശയത്തിന് ഒരു പഴുതുപോലും ഇല്ലാത്ത 100% പുരുഷന്മാരെ സൂചിപ്പിക്കുന്ന പേരുകൾ തന്നെ രക്ഷാകർത്താക്കളിടുക. അല്ലെങ്കിൽ ശ്രീ കൊല്ലം തുളസിക്ക് പറ്റിയതുപോലെ നാളെ ഇക്കൂട്ടർക്കും അനുഭവങ്ങൾ ഉണ്ടാവരുതെന്നേ പറയാനുള്ളൂ. ചിരിക്കുക, ചിരിച്ചു വളരുക പൊതുജനങ്ങളെ, സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം.